പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അടുത്ത ഡയറക്ഷനും ഉണ്ട്. അതിപ്പോ എന്താ ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞാൽ തന്നെ സസ്പെൻസ് പോകില്ല. ഇന്ദ്രേട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അല്ല, ഇന്ദ്രേട്ടനും അതെ, പ്രൊഡക്ഷൻ ഡയറക്ഷൻ ഇതെല്ലാം ഉണ്ട്. ഇന്ദ്രൻ്റെ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റും മറ്റുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് അവന് ഹിന്ദിയും എല്ലാം കൂടെ അവന് ഭയങ്കര തിരക്കിപ്പോഴും. അവനിപ്പോൾ ഹിന്ദി പടം 2 ആയി. അനുരാഗ് കശ്യപിൻ്റെ പടം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ പല്ലിശ്ശേരിയുടെ ഒരു ഹിന്ദി പടം തുടങ്ങുന്നു. അതിനിടയിൽ കൂടെ അവരൊരു തമിഴ് വെബ് സീരീസ് ചെയ്യാൻ പോയി. പിന്നെ മലയാളത്തിലെ പടങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുക. അവന് പക്ഷെ ചെയ്യും, എന്തായാലും ചെയ്യും. രാജുവേട്ടൻ്റെ പടം മലയാളത്തിലാണ് അത് വേറെ അന്യഭാഷ പടമാണ്? അത് ഡയറക്ഷൻ രണ്ടുമുണ്ട്. ഒരു മലയാളമുണ്ട്, ഒരു അന്യഭാഷയുണ്ട്. പക്ഷെ അതിങ്ങനെ മലയാളമായിരിക്കും ആദ്യം. കഥകൾ പറയൂ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പടം ചെയ്യാൻ മുഴുവൻ പറഞ്ഞില്ല. ഞാൻ അല്ല, അതിനകത്ത് വേറെതുണ്ട്. എനിക്ക് ഇങ്ങനെ തിയേറ്ററിൽ വന്ന് നിങ്ങളുടെയൊക്കെ റിയാക്ഷനൊക്കെ അറിഞ്ഞുകൊണ്ട് കാണുന്നത് ഇഷ്ടം. അപ്പോൾ എന്നാലും ഒരു ത്രെഡ് പറയും, ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഞാൻ എപ്പോഴും ചോദിക്കും, അപ്പോൾ അവസാനം ആരെങ്കിലും മരിക്കുമോ പോലെ. അതെൻ്റെ സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ ചോദിക്കുക, എന്ത് ചോദ്യമാകുമ്പോൾ അല്ലേ? അതല്ല, നമ്മുടെ ഈ വയസ്സാകുമ്പോൾ നമുക്കതൊക്കെയാണ്. ദുഃഖമാണോ സന്തോഷമാണോ? ഇപ്പം മിക്കവാറും എല്ലാം ഒരു ഹാപ്പി എൻഡിങ് സിനിമകളായതുകൊണ്ട് വലിയ സങ്കടമൊന്നും ഇല്ല. ആരാണ് സ്റ്റാറായിട്ട് അഭിനയിക്കുന്നൊക്കെ പറയും? ആര് നായകനാരായിട്ട് അങ്ങനെയൊക്കെ പറയും. ഏത് പടത്തില്? ഇപ്പൊ അടുത്ത ഡയറക്ഷനിൽ സസ്പെൻസാന്ന് പറഞ്ഞപ്പോ ഇത് കഥ വേണ്ട, നായകനെ ചോദിക്കാൻ. പൊന്നു മക്കളെ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞിട്ടെ, മാർച്ച് മാസം 5-ാം തീയതി തൊട്ട് കൊച്ചിയിലുണ്ട്. രാജേട്ടൻ്റെ അടുത്ത് എന്നിട്ട് ഇതെല്ലാം ചോദിക്കും, പറയും. അല്ല, ചോദ്യമല്ലേ ഇത് പറയണമെന്നല്ല, പക്ഷെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ആളാണ് സ്റ്റാർ എന്നുള്ളത്. അല്ല, 2-3 വലിയ പടങ്ങളുടെ ഓഫറുണ്ട് എന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. പിന്നെ ഏകദേശം ചില മലയാള പടങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള അവിടെ എവിടെയൊക്കെയുള്ള വർത്തമാനങ്ങളെ എനിക്കറിയുള്ളൂ. അതായത് കറക്റ്റായിട്ട് ഇന്നതുപോലെ തുടങ്ങി, ഇന്നതുപോലെ പ്ലാൻ ചെയ്ത്, ഇന്ന ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിച്ചില്ല. അത് തുടങ്ങുമ്പോൾ അറിയും. പൂജയാകുമ്പോൾ നമ്മൾ അറിയുമല്ലോ. ഈ കുറച്ച് മാസം മുന്നല്ലേ രാജുവേട്ടന്റെ കലണ്ടറിലെ പാട്ട് സോങ് ഭയങ്കര വൈറലായിട്ടായിരുന്നു. അത് നിങ്ങൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് അതിന്റെ വീട്ടിലൊക്കെ രാജു ഇത്ര ഗൗരവമൊന്നുമില്ല ശരിക്കും. അത് നമ്മുടെ വീട്ടിൽ വരുമ്പം ഒന്നാമത്തെ കാര്യം ഗൗരവമുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കും. വല്ലപ്പോഴും ആണ് ഞങ്ങൾ എല്ലാവരും കൂടെ 2 ദിവസം കൂടുന്നത്. അപ്പം കൂടുതലും തമാശയും ഈ കൊച്ചുമക്കളുടെ ബഹളങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ വലിയ ഗൗരവമായിട്ടൊന്നും പറയാറില്ല. അവിടെ ഈ അമ്മയും പഴയ കൊച്ചുമക്കളും ഇന്ദ്രൻ്റെ പൃഥ്വിയും ഒക്കെ ഉണ്ടൊക്കെ കഴിയുള്ളൂ. അങ്ങനെ വലിയ സീരിയസ് ടോക്കൊന്നും ഇല്ല. പിന്നെ ഭക്ഷണം അപ്പോഴാണ് പ്രധാനം. അത് കഴിക്കാം, ഇത് കഴിക്കാം, ഇതുണ്ടാക്കാം, അതുണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഈ സെലിബ്രിറ്റി കുടുംബമായതുകൊണ്ട് ചോദിക്കുക, നോർമലി ഫാമിലിയിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, മക്കള് അങ്ങനെ ഗ്രൂപ്പ് കാര്യങ്ങളും. ഒരു കസിൻസ് എല്ലാവരും കൂടെ ഉണ്ട്. കാരണം എൻ്റെ ചേട്ടൻ അമേരിക്കയിലുണ്ട്, ചേച്ചിയുടെ മക്കൾ എല്ലാവരും അമേരിക്കയിലാണ്, പിന്നെ ദുബായ്, എല്ലാം വിദേശ രാജ്യത്ത് കിടക്കുക, എല്ലാവരും ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്തോ ഒരു കസിൻസിൻ്റെ ഗ്രൂപ്പ് അതുണ്ട്, കസിൻസ് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അതിനകത്ത് ഞങ്ങൾ അമ്മച്ചിമാരെ ഒന്നും ചേർത്തിട്ടില്ല. ഇന്ദ്രേട്ടന്റെ വരാനുള്ള പടങ്ങൾ ഏതാ? ഇന്ദ്രേട്ടന്റെ വരാനുള്ള പടങ്ങൾ അറിയോ? ഇന്ദ്രന്റെ അടുത്ത് വരാൻ പോകുന്ന ഏതാ പടത്തിൽ? ഒറ്റക്കൊമ്പൻ അല്ലാതെ ഉണ്ട്, വേറെ ഉണ്ട്. പിന്നെ കാനന്റെ തങ്കക്കുടം നല്ല കുടമെന്ന് പറഞ്ഞു, നല്ല രസമാന്ന് പറഞ്ഞു. അത് കഴിയും, അവിടെ കഴിയും. ശരി ശരി, ഓക്കെ.